അന്വേഷണം നടക്കട്ടെ, വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. കേട്ടില്ലേ? നിങ്ങൾക്ക് കേൾപ്പിക്കാൻ എന്തെങ്കിലും തകരാറുണ്ടോ? ശരി, എന്നാൽ അത് മതി. കടക്ക് പുറത്തടക്കം പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴായി പ്രകടിപ്പിച്ച കാര്യങ്ങൾ വലിയ ചർച്ചകൾക്കിടയാക്കിയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ലേ എന്ന് ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ സ്വരം കടുപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. വീണ വിജയനെതിരായ അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു പിണറായി വിജയന്റെ മറുപടി. ഈരാറ്റുപേട്ട സംഭവത്തിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ രോഷാകുലനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വീണ വിജയനെതിരായ അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു പിണറായി വിജയന്റെ മറുപടി. ഇത് സംബന്ധിച്ചുള്ള തുടർ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ലേ എന്നായിരുന്നു സ്വരം കടുപ്പിച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരിച്ചുള്ള ചോദ്യം. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അത് നടക്കട്ടെ, അത് കഴിഞ്ഞാൽ വിവരം ലഭിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുമല്ലോ എന്നായിരുന്നു വീണ വിജയനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പിണറായി വിജയന്റെ മറുപടി. തുടർന്നുള്ള ചോദ്യത്തോടാണ് പിണറായി വിജയൻ രോഷത്തോടെ പ്രതികരിച്ചത്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾക്ക് കേൾവിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? ഇല്ലല്ലോ എന്ന അത് മതിയെന്ന് സ്വരം കടുപ്പിച്ചുകൊണ്ട് മറുപടി നൽകുകയായിരുന്നു. ഈരാറ്റുപേട്ട സംഭവത്തിലെ മുൻ പ്രസ്താവനയിൽ പിണറായി വിജയൻ ഉറച്ചു നിന്നു. ഈരാറ്റുപേട്ട സംഭവത്തിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയായിരുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ LDFും BJPയും തമ്മിലാണ് കേരളത്തിൽ പോരാട്ടമെന്ന LDF കൺവീനർ EP ജയരാജന്റെ പ്രസ്താവനയെയും പിണറായി തള്ളി. കേരളത്തിൽ LDFും UDFും തമ്മിലാണ് പോരാട്ടമെന്നും ഇതിൽ LDFിന് മികച്ച വിജയം ഉണ്ടാകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിൽ പിണറായി വിജയനെതിരായ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്ക് പിണറായി മറുപടി നൽകി. പത്മജ പോയ കൂട്ടത്തിൽ തന്റെ പേരുകൂടി പരാമർശിച്ച പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഏതായാലും നന്നായെന്നും പ്രതിപക്ഷ നേതാവിന് എന്താണ് സംഭവിക്കുന്നതെന്നും പിണറായി വിജയൻ പരിഹസിച്ചു. സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന കാര്യത്തിന് ഉത്തരവാദിത്വം മറ്റാരെങ്കിലും ഏൽപ്പിക്കുന്നത് സ്വന്തം പാർട്ടിയിലുള്ളവർ എങ്ങനെ കാണുമെന്ന് ചിന്തിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. CAA പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ കേരളം നിലപാടെടുത്തിട്ടുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. 835 കേസ് രജിസ്റ്റർ ചെയ്തതിൽ 629 കേസ് കോടതിയിൽ നിന്നും ഇല്ലാതായി. 260 കേസിൽ 86 എണ്ണം പിൻവലിക്കാൻ സർക്കാർ സമ്മതം നൽകി. കേവലം ഒരേ ഒരു കേസ് മാത്രമാണ് അന്വേഷണ ഘട്ടത്തിലുള്ളത്. പിൻവലിക്കാൻ അപേക്ഷ നൽകാത്തതും ഗുരുതര സ്വഭാവമുള്ളതുമായ കേസുകൾ മാത്രമാണ് തുടരുന്നത്. അപേക്ഷ കിട്ടുന്ന മുറയ്ക്ക് പിൻവലിക്കുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ഏതായാലും മാസപ്പടി വിഷയത്തിൽ വീണ്ടും മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് തന്നെ ഇപ്പോൾ തട്ടിക്കയറാൻ തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും പല കോണുകളിൽ നിന്നും മാസപ്പടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ പുതിയ വജ്രായുധങ്ങൾ പ്രയോഗിക്കുമോ? കൂടുതൽ തെളിവുകളും ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ രംഗത്തു വരുമോ? കാരണം മാസപ്പടിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താനാകില്ല എന്ന വിജിലൻസ് പ്രഖ്യാപിച്ചതോടെ അടുത്ത നീക്കം എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മാത്യു കുഴൽനാടൻ MLA സമർപ്പിച്ച ഹർജിയിൽ വിജിലൻസ് കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. മാസപ്പടിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താനാകില്ല എന്ന വിജിലൻസ്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനാകില്ലെന്ന് വിജിലൻസ്. മാത്യു കുഴൽനാടൻ MLA സമർപ്പിച്ച ഹർജിയിലാണ് വിജിലൻസ് കോടതിയിൽ നിലപാട് അറിയിച്ചത്. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചത്. ഹർജിയിൽ ഈ മാസം 27-ന് വാദം കേൾക്കും. അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ആരോപണങ്ങളല്ല ഹർജിയിലുള്ളതെന്നും കേസിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും വിജിലൻസ് ഡയറക്ടർ കോടതിയെ അറിയിച്ചു. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഫെബ്രുവരി 29-നാണ് മാത്യു കുഴൽനാടൻ MLA ഹർജി സമർപ്പിച്ചത്. ഇതിൽ വിജിലൻസിനോട് കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. പിണറായി വിജയനും മകൾ വീണയും അടക്കം 7 പേരാണ് കേസിലെ എതിർകക്ഷികൾ. മാസപ്പടിക്ക് ശേഷം കരിമണൽ കമ്പനിക്കായി വ്യവസായ നയത്തിൽ തന്നെ മാറ്റം വരുത്തിയതായും ഹർജിയിൽ പറയുന്നുണ്ട്. കരിമണൽ ഖനനത്തിനായി CMRL കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട് സഹായം നൽകുകയും അതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ലഭിച്ചുവെന്നുമാണ് ആരോപണം. ഏതായാലും എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്ക് നോട്ടീസ് അയച്ച SFIO രംഗത്തുണ്ട്. ചെന്നൈ ഓഫീസിൽ ഈ മാസം 15-നകം രേഖകൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നോട്ടീസ് അവഗണിച്ചാൽ നിയമ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട്. SFIO അന്വേഷണം പുരോഗമിക്കട്ടെ എന്ന കോടതി നിലപാടെടുത്തതോടെയാണ് തുടർ നടപടികൾ. കേരളത്തിലെ 12 സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ട് SFIO പരിശോധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ഇടപാട് നടത്തിയവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എക്സാലോജിക്കുമായി ഏത് തരത്തിലുള്ള ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് വ്യക്തമാക്കുന്നതിനായി എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ്, വർക്ക് ഓർഡർ, ഇൻവോയ്സ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. IT അനുബന്ധ സേവനത്തിനാണ് CMRL എക്സാലോജിക്കിന് പണം നൽകിയതെന്നാണ് വാദം. 2016 മുതൽ CMRLന് പുറമെ 10-ലധികം സ്ഥാപനങ്ങളാണ് എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാടിൽ ഏർപ്പെട്ടതെന്നാണ് SFIO കണ്ടെത്തൽ. നേരത്തെ EDയും ഇത് കണ്ടെത്തിയിരുന്നു.